ഹായ്, എല്ലാവരും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു. നമ്മളൊന്ന് പുതിയൊരു വീഡിയോ ചെയ്യാണ്. ശരീരത്തിലെ ഫാറ്റ് കുറയ്ക്കുന്നതിനുള്ള കുറച്ച് എക്സസൈസുകൾ. വയറ് കൂടുതൽ, ഹിപ്പ് കൂടുതൽ, അങ്ങനെ ഓരോരോ പ്രയാസങ്ങളുള്ള ആളുകളുണ്ട്. അതുകൊണ്ട് ചെറുതായിട്ട് കുറച്ച് എയറോബിക് പോലുള്ള കുറച്ച് എക്സസൈസുകൾ ചെയ്യാം. അപ്പം ശരീരത്തിലെ ഫാറ്റ് കുറയും, പെരുത്ത വണ്ണം കുറയും, ശരീരത്തിന് നല്ല ഷേപ്പ് കിട്ടും. ഓക്കെ, അപ്പോൾ ചെയ്യാല്ലേ. അത് നമ്മൾ ചെറുതായിട്ടൊന്ന് കൈ ഒന്ന് നന്നായിട്ട് ചെയ്യാം. നന്നായിട്ട് മുട്ട് മടങ്ങാതെ നന്നായിട്ട് കൈ പിടിക്കുക, ഒന്ന് ചുറ്റുക. 1 2 3 4 5 6 7 8 9 10. ഓപ്പോസിറ്റ്. 1 2 3 4 5 6 7 8 9 10. അടുത്തത് കൈ നീട്ടി പിടിക്കുക, താഴോട്ട് ഇടുക. 1 2 3 4 5 6 7 8 9 10. കൂടുതൽ തവണ ചെയ്യുക, ഞാനത് കുറച്ച് ചെയ്യുന്നുള്ളൂ. 1 2 3 4 5 6 7 8 9 10. അടുത്ത ഷോൾഡർ മേലോട്ട് കയറ്റിയിട്ട് ചെവിയോട്ട് അടുപ്പിക്കുക. 1 2 3 4 5 6 7 8 9 10. രണ്ട് ഷോൾഡറും കൂടെ. 1 2 3 4 5 6 7 8 9 10. ഓപ്പോസിറ്റ്. 1 2 3 4 5 6 7 8 9 10. എല്ലാവരും ചെയ്യണം കേട്ടോ. ഞാനൊക്കെ എങ്ങനെ സ്ലിം ആയത് എക്സസൈസ് ചെയ്തിട്ടാട്ടോ. നല്ല കുറേ വയറൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പോയി ഒരു ശരീരത്തിന് നല്ലൊരു ഷേപ്പൊക്കെ ആയി ഇരിക്കുകയാണ്. അതുപോലെ എല്ലാവരും ചെയ്യണേ. നെഞ്ഞിങ്ങനെ നെഞ്ഞ് വിരിക്കാൻ വേണ്ടിയുള്ള ഒരു എക്സസൈസ്. ഷോൾഡർ നെഞ്ഞൊന്ന് വിരിഞ്ഞ് കിട്ടാൻ ഇങ്ങനെ പിടിച്ചിട്ട് 1 2 3 4 5 6 7 8 9 10. ഇത് കുറച്ചേ ചെയ്തിരുന്നു, 10 വരെ ചെയ്യുന്ന കൂടുതലാക്കി നിങ്ങൾ ചെയ്യണേ. ഇനി ഇങ്ങനെ പിടിക്കുക. 1 2 3 4 5 6 7 8 9 10. അപ്പൊ നമ്മൾ ശരീരത്തിന്റെ മേൽഭാഗത്തുള്ള കുറച്ച് എക്സസൈസുകളൊക്കെ കഴിഞ്ഞ് ഇനി വയറിനൊരു ചെറിയൊരു ഹിപ്പ് റൊട്ടേഷൻ കൊടുക്കുക അല്ലേ. 1 2 3 4 5 6 7 8 9 10. ഇനി ഓപ്പോസിറ്റ്. 1 2
3 4 5 6 7 8 9 10 ചെയ്തു. ഇനി കാലിനൊന്ന് 1 2 3 4 5 6 7 8 9 10 ഓപ്പോസിറ്റ് 1 2 3 4 5 6 7 8 9 10 അടുത്തത് 1 1 2 3 4 5 6 7 8 9 10 ഓപ്പോസിറ്റ് 1 2 3 4 5 6 7 8 9 10 നല്ല സ്ട്രെച്ചിങ് കിട്ടാൻ ഇത് ഇങ്ങനെ തുള്ളാം. കാലിങ്ങോട്ട് വെക്കുക, അങ്ങനെ വെക്കുക, അങ്ങനെ അങ്ങനെ 1 2 3 4 5 6 7 8 9 10 ഇതൊക്കെ 30 പ്രാവശ്യം ചെയ്യണം. എന്നെങ്കിൽ ഒരു 30 സെക്കൻഡ് ചെയ്യണം. ഞാൻ കുറേശ്ശെ ചെയ്ത് പോവുക. ഇനി നമ്മൾ ഈ ടോമിൽ വിരലിൽ, അതായത് ഇങ്ങനെ വിരലിലാണ് തുള്ളേണ്ടത്. ഈ കൈ ഇങ്ങനെ നല്ല പമ്പ് ചെയ്യണം, നല്ല ബ്ലഡ് സർക്കുലേഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. 1 2 3 4 5 6 7 8 9 10 അത്രേ ചെയ്തുള്ളൂ. ഇനി നമ്മൾ ഫാറ്റ് കുറയ്ക്കണമെങ്കിൽ കുറച്ച് ജോഗിങ് ചെയ്യാം. 1 2 3 4 5 6 7 8 9 10 10 9 8 7 6 5 4 3 2 1 അത് ഇങ്ങനെ ഇങ്ങനെ പെരുവിരൽ ബാക്കിലോട്ട് പിടിച്ചിട്ട് ബാക്കി വിരലുകൾ ഫ്രണ്ടിലോട്ട് വെച്ചിട്ടാണ് അത് ചെയ്യുന്നത്. കൈക്കൊരു സ്ട്രെച്ചിങ് കിട്ടാൻ 1 2 3 4 5 6 7 8 9 10 10 9 8 7 5 4 3 2 1 എന്നുവെച്ചാൽ വലിയ യോഗാസനങ്ങളൊന്നും ചെയ്യാൻ പറ്റാത്ത ആളുകൾക്ക് ഏറ്റവും നല്ലതാണ് ഈ എക്സസൈസുകൾ, ഈ എയറോബിക് പോലുള്ള എക്സസൈസുകൾ. പക്ഷെ ആ യോഗാസനങ്ങളൊക്കെ കുറച്ച് ചെയ്യാൻ കുറച്ച് പ്രയാസമുള്ളതാണ്. നമ്മള് വക്രാസന, താടാസന, അങ്ങനെ കുറെ പേരുകളിലൊക്കെ ചെയ്യുമ്പോൾ ചിലർക്ക് എല്ലാവർക്കും ഒന്നും അത് ചെയ്യാൻ പറ്റൂലല്ലോ, ബുദ്ധിമുട്ടാണ്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് ഏറ്റവും നല്ല എക്സസൈസുകളാണ് ഇതുപോലുള്ള എക്സസൈസുകൾ. ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, പറ്റുന്ന ആളുകളാണെങ്കിൽ യോഗാസനങ്ങൾ ആഴ്ചയിൽ ഒരു 3 ദിവസവും, പിന്നെ ഈ എയറോബിക് പോലുള്ള എക്സസൈസുകൾ ആഴ്ചയിൽ ഒരു 3 ദിവസമൊക്കെ അങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്. ഒരു ദിവസമൊക്കെ ലീവ് എടുത്തുകൊണ്ട് വേണമെങ്കിൽ റെസ്റ്റ് എടുത്തിട്ടോ അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പം പിന്നെ നമ്മൾ ഓരോരുത്തരുടെ ശരീരത്തിന് പ്രകൃതിക്ക് അനുസരിച്ച് ഏതാണോ ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ അത് ചെയ്യാം. എന്തായാലും ഏതെങ്കിലും തരത്തിലുള്ള എക്സസൈസുകൾ ദിവസവും ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കുറഞ്ഞത് ഒരു അരമണിക്കൂർ തന്നെയെങ്കിലും ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. 1 2 നമ്മളിത് തന്നെ ചെയ്ത് കൈക്ക് നല്ലൊരു ഒരു ബലം കിട്ടുന്ന രീതിയിൽ, കൈക്കൊക്കെ നല്ല ബലം കിട്ടട്ടെ. അങ്ങനെ ശരീരം അങ്ങനെ ഉപയോഗിക്കാണ്ട് ഇങ്ങനെ എന്തെങ്കിലും ഒന്നും അങ്ങനെ വലിയ വർക്കായിട്ടൊന്നും ചെയ്യാത്ത ആളുകൾക്കൊക്കെ കൈക്കൊക്കെ നല്ലൊരു ബലം കിട്ടട്ടെ. 1 2 3 4 5 6 7 8 9 10 10 9 8 7 6 5 4 3 2 1
കൈ വെക്കുക ബാക്കോട്ട് ഇങ്ങനെ. 1 പിരിഞ്ഞിട്ട് നല്ലോണം. 2 3 4 5 6 7 8 9 10 10 9 8 7 6 5 4 3 2 1. അടുത്തത് 1 2 ഇതിന്റെ കൈ ഇങ്ങനെ വെച്ചിട്ട് 1 2 3 4 5 6 7 8 9 10 10 9 8 7 6 5 4 3 2 1. 1 2 ഇതുപോലെ ചെയ്യാം. 1 2 3 4 5 6 7 8 9 10 10 9 8 7 6 5 4 3 2 1. One, 2, 3, 4, 5, 6, 7, 8, 9, 10, 10, 9, 8, 7, 6, 5, 4, 3, 2, 1. എന്നോട് കൈ 1 2 ചെയ്തൂടെ? ഈ നീർക്കെട്ടൊക്കെ ഒന്ന് അലിഞ്ഞു പോവും. 1 2 3 4 5 6 7 8 9 10. ഓപ്പോസിറ്റില് 1 2 3 4 5 6 7 8 9 10. 1 2 3 4 5 6 7 8 9 10. 1 2 3 4 5 6 7 8 9 10. അടുത്ത് നമ്മള് ഈ മുട്ട് മടക്കിയിട്ടുള്ള കുറച്ച് എക്സസൈസുകൾ ചെയ്യാം അല്ലേ? 1 2 3 4 5 6 7 8 9 10 10 9 8 7 6 5 4 3 2 1. 1 2 3 4 5 6 7 8 9 10 10 9 8 7 6 5 4 3 2 1. നമ്മൾ നടന്നു നോക്കുന്നു, ചെറുതായിട്ട് ജോഗിങ്. 1 2 3 4 5 6 7 8 9 10 10 9 8 7 6 5 4 3 2 1. 1 2
3, 4, 5, 6, 7, 8, 9, 10. ബാക്കോട്ട് നടന്നു നോക്കുക. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 10, 9, 8, 7, 6, 5, 4, 3, 2, 1. അങ്ങനെ കുറെ നടന്നു നോക്കാം. കുറെ പ്രാവശ്യം ഇതൊക്കെ ചെയ്യണം. അങ്ങനത്തെ ഒക്കെ ഒരു 10 പ്രാവശ്യമൊക്കെ ചെയ്യുന്നുള്ളൂ. 1, 2, 3, 4, 5. ഈ എക്സസൈസ് ഉണ്ടല്ലോ ഇപ്പൊ ചെയ്യുന്നത്, നമ്മൾ രാവിലെ എണീറ്റ് ഈറ്റ ഒരു 5-6 തന്നെ ചെയ്താൽ ഏറ്റവും നല്ലതാ. വയറിന്റെ ഗ്യാസ് പോകും. അതൊന്ന് ചെയ്ത് നോക്കി അറിയാം അതിന്റെ സ്ഥിതി. നല്ലൊരു എക്സസൈസ് നമ്മൾ രാവിലെ എണീറ്റ് കാലുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു. ഒന്നും ചെയ്യാൻ താല്പര്യമില്ലാത്ത ആൾക്കാർ ഇത് തന്നെയും ചെയ്യാം. നമ്മളെ സ്ട്രെച്ചിങ് കൊടുക്കുക അല്ലേ. 1, ടോമ് പോണേ, കാലിന്റെ വിരലിന്റെ മുകളിൽ ഇങ്ങനെ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 10, 9, 8, 7, 6, 5, 4, 3, 2, 1. നമുക്ക് ഇങ്ങനെ പിടിച്ചിട്ട് 1, പിന്നെ മടമ്പില്, 2 മടമ്പില്, ടോമിൽ നിൽക്കുക, പിന്നെ ബേക്ക് ഇതിൽ ചെയ്യാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 10, 9, 8, 7, 6, 5, 4, 3, 2, 1. നമ്മൾ ഈ ബാക്കില് ഈ മടമ്പ് ബാക്കോട്ട് കുത്തുന്ന സമയത്ത് ഹിപ്പ് ഒന്ന് പൊക്കി പിടിക്കണം, അല്ലെങ്കിൽ നമ്മൾ മറിഞ്ഞു പോകും. ഇങ്ങനെ ആക്കുന്ന സമയത്ത് ഹിപ്പ് ഒന്ന് ബാലൻസ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ മറിഞ്ഞു വീണു കേട്ടോ. കാലകർത്തി പിടിച്ചിട്ട് നിങ്ങളെ ബെൻഡ് ചെയ്ത് മുട്ടിന്റെ ഈ താഴോട്ട് ഇങ്ങനെ പോവുക. നമുക്ക് എത്ര ആവുന്ന അത്ര. അതിലെ നോക്കൂടെ, കാല് നന്നായിട്ട് വിരിച്ച് വെക്കുക. എന്നിട്ട് കൈ ഇങ്ങനെ ചെവിനോട് അടുപ്പിച്ച് പോവുക. അപ്പൊ ഈ കാലിങ്ങനെ ഇടം വരെ പോകാൻ പറ്റും നോക്കുക. സാവധാനം. എന്നിട്ട് പോയിട്ട് നമ്മളെ പെരുവിരല് പിടിക്കുക. അവൻ നോക്കി മുട്ട് മടങ്ങാണ്ട്. എന്നിട്ട് അങ്ങനെ ഒരു 30 സെക്കൻഡ് അങ്ങനെ നിൽക്കുക. അപ്പൊ നമ്മുടെ ഈ ഭാഗം അങ്ങനെ തന്നെ. കാരണം നമ്മൾ വിരിച്ച് വെക്കണം, അല്ലെങ്കിൽ മുട്ട് മടങ്ങിപ്പോവും. മുട്ടിന്റെ താഴോട്ട് ഇങ്ങനെ പോകും. ഇടം വരെ പോകാൻ പറ്റും നോക്കുക. അപ്പൊ ആവുന്ന അത്ര പോയാൽ മതി. ആവുന്ന അത്രേ പോകാവൂ. ഞാൻ പെരുവിരൽ വരെ പിടിച്ചു. അതുപോലെ ചിലർക്ക് ഇത്രയാവും, ചിലർക്ക് ഇത്രയാവും, ചിലർക്ക് ഇത്രയാവും. അങ്ങനെ ഓരോരുത്തർക്കും ആവുന്ന രീതിയിൽ മാത്രം ചെയ്യാം. ആവാണ്ടൊന്നും ചെയ്ത് ശരീരം കേടാക്കണ്ട. എന്നാൽ കാല് നല്ല വിരിച്ച് വെക്കണം, എന്നെങ്കിലേ അത് മറ്റു മുട്ട് മടങ്ങിപ്പോവും, അല്ലെങ്കിൽ നമ്മൾ വീഴാൻ പോവും, അങ്ങനെയൊക്കെ ആയിപ്പോവും. ഇനി ഒരു സ്ട്രെച്ചിങ് കൂടി. ഇങ്ങനെ കൊണ്ടുപോവുക, ചെവിക്ക് അടുത്ത് പിടിക്കുക.
എന്നിട്ട് ടോമിന്റെ മുകളിൽ 1 2 3 4 5 6 7 8 9 10 10 9 8 7 6 5 4 3 2 1. ഞാൻ ചെറിയ ചെറിയ കുഞ്ഞ് എക്സസൈസുകളൊക്കെ ചെയ്ത് ഇന്ന് നമ്മൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും ഇത് സിമ്പിൾ എക്സസൈസുകളാണ്. ലാസ്റ്റിലേക്ക് ചെയ്ത കുറച്ചൊന്ന് രണ്ടെണ്ണേ ചെറിയൊരു ബുദ്ധിമുട്ടുള്ളൂ. ബാക്കിയൊക്കെ നന്നായിട്ട് ചെയ്യുക. എല്ലാവരും രാവിലെ 5 മണിക്ക് എണീക്കുക, എക്സസൈസുകൾ ചെയ്യുക. അതുപോലെ നമ്മൾ ഒരു ലാസ്റ്റിൽ ഒരു 60 മിനിറ്റ് 60 സെക്കൻഡ് മെഡിറ്റേഷനിൽ ഇരിക്കുക. അതായത് നമ്മൾ 60 താഴോട്ട് അല്ലെങ്കിൽ 30 താഴോട്ട് 40 താഴോട്ട് നമ്മളെ സൗകര്യം പോലെ ചെയ്യാം. അത് ഒരു മെഡിറ്റേഷനിൽ, അതായത് 60 to 1 താഴോട്ട് 60 59 58 പറഞ്ഞിങ്ങോട്ട് പോരുക. നന്നായിട്ട് ശ്വാസം എടുക്കുകയും വിടുകയും വേണം. ഓരോരോ കൗണ്ട് എണ്ണും തോറും ഓരോരോ ശ്വാസം എടുക്കുക, വിടുക. ഇൻഹേൽ ആൻഡ് എക്സേൽ. അത് കഴിഞ്ഞിട്ട് കണ്ണ് തുറക്കാണ്ട് കൈ നന്നായിട്ട് ഉരസിയിട്ട് കണ്ണിൽ 3 പ്രാവശ്യം വെക്കുക. എന്നിട്ട് മുഖം ഒന്ന് മസാജ് ചെയ്തോളെ. അങ്ങനെ ചെയ്യാം. അപ്പൊ നമ്മുടെ ഇന്നത്തെ യോഗ എക്സസൈസുകൾ അവസാനിക്കുകയാണ്. ഇതുപോലുള്ള എയറോബിക് എക്സസൈസുകൾ ചെയ്താൽ നല്ല ഒരു എന്താ പറയാ, ശരീരത്തിന്റെ വെയിറ്റ് കുറഞ്ഞ് ശരീരത്തിലെ നല്ല ഷേപ്പ് കിട്ടി നല്ലൊരു ആരോഗ്യം നിലനിർത്താൻ പറ്റും. എല്ലാവരും എന്നോട് ഇതുപോലെ തന്നെ എക്സസൈസുകൾ ചെയ്യുക. പിന്നെ എല്ലാവർക്കും ഞാൻ നല്ലൊരു ദിനം നേരുകയാണ്. നല്ലൊരു ആരോഗ്യം നേരുന്നു. നന്നായിട്ട് ഭക്ഷണം നിയന്ത്രിക്കുക, നന്നായി വെള്ളം കുടിക്കുക, നന്നായിട്ട് എക്സസൈസുകൾ ചെയ്യുക. എനിക്ക് നല്ല ആരോഗ്യം ലഭിക്കുന്നതാണ്.